ആശിഷമേകും വിശുദ്ധ ദിനം. സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം. കർത്താവിനെ ആരാധിക്കുന്ന സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം. കർത്താവിനെ ആരാധിക്കുന്ന കർത്തൃദിനമാശവ ആശിഷമേകും വിശുദ്ധ ദിനം. കർത്തൃദിനമാശവ ആശിഷമേകും വിശുദ്ധ ദിനം. ദൈവത്തെ
loving Heavenly Father, we want to come to your presence and want to thank you for this beautiful Sabbath day that you have given us. Lord, we pray that your presence will be with us so that your name will be glorified. Thank you for being with us. In Jesus' precious name we humbly pray. Amen. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി സാബത്ത് ആശംസകൾ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. മാർച്ച് മാസം 20 തീയതി ശബത്ത് ദിവസം ആഗോള വ്യാപകമായി ഗ്ലോബൽ യൂത്ത് ഡേ ശബത്തായി ആചരിക്കുന്ന ഒരു സുദിനമാണ് ഇന്ന്. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഇന്ന് ഗ്ലോബൽ യൂത്ത് സാബത്തായി കുറ്റുപുഴ സഭയിൽ നിന്നും ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ലോകം മുഴുവനും കൊറോണയാൽ അനവധി പേർ ഭാരപ്പെട്ട അവസരങ്ങളിലൊക്കെയും സഭയുടെ എല്ലാ ശുശ്രൂഷകളും ഏറ്റെടുത്ത് എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി ക്രമീകരിക്കുന്നതിൽ യുവജനങ്ങൾ ചെലുത്തിയ പങ്ക് നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. ഓരോ സെക്ഷനുകളെയും ഈ കൊറോണയുടെ നാളുകളിൽ മുതിർന്നവർക്ക് വരുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ സഭകളുടെ എല്ലാ ശുശ്രൂഷകളും ക്രമീകരിച്ച് ധൈര്യത്തോടെ സഭയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം തീരുമാനമെടുത്ത് നിലനിന്നത് നമ്മുടെ യുവജനങ്ങളാണ്. ആയതിനാൽ ഈ വർഷത്തെ ഗ്ലോബൽ യൂത്ത് സാബത്ത് യുവജനങ്ങൾക്കുള്ള വലിയൊരു പ്രോത്സാഹനമാണ്, വലിയൊരു അനുഗ്രഹമാണ് എന്ന് ഞാൻ ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും താല്പര്യപ്പെടുകയാണ്. ഈ സെക്ഷനും ആയതുപോലെ ലോകത്തെല്ലായിടവുമുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഏറ്റവും മനോഹരമായ ഒരു ശബത്ത് ദിവസവും ഏറ്റവും മനോഹരമായ ഗ്ലോബൽ യൂത്ത് സാബത്ത് ദിനവും ഞാൻ ആശംസിക്കുകയാണ്. പരിശുദ്ധനായ ദൈവം ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മ, ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന, ഇന്നത്തെ നമ്മുടെ ആരാധന ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ആരാധനയുടെ തുടർച്ചയായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് സത്യപ്രതിഭ ഗാനങ്ങളിൽ നിന്ന് 399 ഗാനം പാടാം. 399 ആത്മാവാം വഴികാട്ടി. ആശ്വാസം നൽകിയിടുന്നു ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തെ ശത്രുശല്യം ഒന്നുമേ പേടിക്കേണ്ട ഇങ്ങുമേ ആയുഷ്കാലത്തിനന്തം ചേർന്നാക്കി പൂണ്ടാനേരം സ്വർഗചിന്ത മാത്രമേ ഏകമെന്നാശ്രയമേ താൻ മാത്രം ആ നേരത്തും എന്നെ ആഴം കാടത്തും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ
വേദവായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടവും ശമരിയായിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടെ വായിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടവും ശമരിയായിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഈ വായിച്ചു കേട്ട തിരുവചനങ്ങളാൽ ദൈവം നമ്മളേവരെയും ഇന്നീ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായ ശബ്ദാനുഭവം കൂടെ അടിയുടെ ജീവിതത്തിൽ അങ്ങ് ദാനമെത്തുന്ന കൃപയ്ക്ക് നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ച, ഈ അവസരം ലഭിക്കാതെ അനേകായിരങ്ങൾ ദേശത്ത് മാറ്റപ്പെട്ട് മറിഞ്ഞു പോകുമ്പോഴും ഏഴുകളും പൊടികളുമായ നടികളും ഓരോരുത്തരും എൻ്റെ പിതാവേ അങ്ങയുടെ ഉള്ളംകരകളിൽ വായിച്ച കൃപയ്ക്ക് നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. പിതാവേ, വിശേഷാൽ ഇന്ന് ലോകമെമ്പാടും നടക്കുന്നതായ യുവജനങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ച, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ നട്ടലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ നല്ല തീരുമാനത്തെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ മുഖാന്തരം അവരുടെ കുടുംബം ദൈവമര സഭ അനുഗ്രഹിക്കപ്പെടാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളൊക്കെയും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന കുഞ്ഞുങ്ങളായി വളർന്നിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഒരവസരം ലഭിക്കാതെ അനേകം മക്കളൊക്കെയും നാഥ ഇരുളിൽ സഞ്ചരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കുമ്പോൾ അടിയങ്ങളുടെ കുഞ്ഞുങ്ങളാരും ദൈവമേ ഇരുളിൽ പെട്ടുപോകാതെ വണ്ണം എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടികൾക്ക് കേൾക്കുന്ന വചനത്തെ അങ്ങയുടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങയുടെ ആത്മാവിനാൽ നിൻ്റെ മക്കളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ പശുദ്ധന മറവിൽ നിന്ന് സംസാരിപ്പിൻ്റെ കർത്തദാസനെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നിരിക്കുക അടികൾ ഓരോരുത്തരത്തേക്കും സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങ് അവിടുന്ന് ദൈവം അടികളുടെ പ്രാർത്ഥന കേട്ട് അടികൾ അനുഗ്രഹിക്കുമാറാകണമെന്ന് അടികൾക്ക് ആ ജീവൻ വെച്ച് പൊന്നേശു നാമത്തെ ചോദിക്കുമ്പോൾ കൃപ കേൾക്കുന്ന ജീവനുള്ള നല്ല ദൈവമേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൊറോണയുടെ ലോക്ക്ഡൗൺ നാളുകളിൽ നമ്മുടെ അനവധി യൗവനക്കാർ ദേശത്തിലെ പല ഭാഗങ്ങളിലും കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവരുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ ഇവർക്കൊക്കെ വലിയ മാനസിക സംഘർഷമുണ്ടാക്കിയ നാളുകളിലൂടെയാണ് കഴിഞ്ഞ ഒരു വർഷം കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായത്. കുറ്റിപ്പുഴയിൽ നിന്നും വളരെ ദൂരെ കേരളത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ജോലി ചെയ്യുവാൻ വിളിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കൊറോണ ലോക്ക്ഡൗൺ കാലയളവുകളിൽ ഒരിടത്തേക്കും പോകുവാൻ കഴിയാതെ അപരിചിതമായ ഒരു പ്രദേശത്ത് കുടുങ്ങിപ്പോകുവാൻ ഇടവരികയും തൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും കൊറോണ ബാധിക്കുവാനും ആ ബാധയാൽ അനവധിയായ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുവാനും ഒടുവിൽ ദൈവം അത്ഭുതകരമായി വിടുവിച്ച് ഒരു വർഷത്തിന് ശേഷം ഈ ശുശ്രൂഷയ്ക്കായി ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുകയും ചെയ്യുന്ന നെബു എസ് പോളിനെ ഞാൻ ഈ സഭ മുൻപാകെ പരിചയപ്പെടുത്തുകയാണ്. കൊറോണയുടെ നാളുകളിൽ അദ്ദേഹം നേരിട്ട മാനസിക സംഘർഷം, അതിനെ എപ്രകാരമാണ് അദ്ദേഹം അതിജീവിച്ചത്, അതൊക്കെ ഒരു സാക്ഷ്യമായി ഈ ആരാധന ശുശ്രൂഷയുടെ മധ്യത്തിൽ അദ്ദേഹം നമ്മോട് പറയുകയാണ്. നമുക്ക് ഈ സമയം അദ്ദേഹത്തിൻ്റെ എളിയ സാക്ഷ്യം ഈ സമയം കേൾക്കാം. ആ സാക്ഷ്യം കേട്ട് പ്രചോദിതരായി തീരുവാൻ കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നെബു എസ് പോളിനെ സാക്ഷ്യത്തിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് നെബു എസ് പോൾ എന്നാണ്. ഈ ഗ്ലോബൽ യൂത്ത് ഡേ ദിനത്തിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം നിൽപ്പാൻ എനിക്ക് കഴിഞ്ഞ ഭാഗ്യത്തോർത്ത് നന്ദി പറഞ്ഞുകൊള്ളുന്നു. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് വർക്ക് ചെയ്യായിരുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് തന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എങ്ങോട്ട് പോകാനും ഇവിടെ ലീവ് എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പം എന്നെപ്പോലെ തന്നെ എൻ്റെ വീട്ടുകാരും ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലായിരുന്നു, പ്രശ്നത്തിലായിരുന്നു. ഒരുപാട് നാൾ അവിടെ അടച്ചിട്ടിരിക്കേണ്ടി വന്നു. അത് ആ സമയത്ത് ഭക്ഷണത്തിൻ്റെയും മറ്റ് അതുപോലെ താമസത്തിൻ്റെയും അതുപോലെ മെഡിസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടും അവിടുത്തെ സ്റ്റാഫൊക്കെ ടെമ്പററിയാണ്, മാറിയും വന്ന് നിൽക്കും. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളൊന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. പിന്നീട് ആ സമയത്ത് വീട്ടിൽ അറിയിച്ചില്ല. പിന്നീട് ഞങ്ങൾക്ക് കൂട്ടത്തിൽ ഒരാൾക്ക് എങ്ങനെയോ കോവിഡ് വന്നു. കൊറോണ വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ ഒരുപോലെ പനിയും ചുമയും തലവേദനയും തലകറക്കമൊക്കെ വരികയൊക്കെ ഉണ്ടായി. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് തലകറങ്ങി വീണു. അവിടെ നിന്ന് ചെക്ക് ചെയ്തപ്പം കൊറോണ പോസിറ്റീവ് എന്ന് മനസ്സിലായി.
ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും പോസിറ്റീവായിരുന്നു. അപ്പോൾ ഒരുപോലെ ഞങ്ങളെല്ലാം ഒരു സ്കൂളിൽ ക്വാറന്റൈൻ കിടക്കേണ്ടി വന്നു. ഏകദേശം പകുതി മാസത്തോളം 15 ദിവസം കിടക്കേണ്ടി വന്നു. അതിനുശേഷം തിരിച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഓക്കെ വന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ജോലി ഇല്ലാത്തതുകൊണ്ട് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുപോലെ ഭക്ഷണത്തിൻ്റെ ശരിയായ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശരിക്കും തിരിച്ചൊരു റിക്കവറിങ് നടക്കുമെന്നുള്ള സംശയം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഡെയിലി ഇപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നില്ല, കാരണം വീട്ടിൽ പറഞ്ഞാൽ അവർക്ക് വിഷമിക്കുന്ന വിചാരിച്ച് ഞാൻ വീട്ടിൽ ഒളിച്ചു വെച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അസുഖം മാറിയ ശേഷം കുറച്ചാൾ കഴിഞ്ഞ ശേഷമാണ് വീട്ടിൽ പറഞ്ഞത് എനിക്കിങ്ങനെ കൊറോണ എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ മാറിയോണ്ട് അവർക്ക് ടെൻഷൻ കുറഞ്ഞു. പക്ഷേ അന്ന് പറഞ്ഞത് നന്നായെന്ന് പിന്നീട് മനസ്സിലായി. പക്ഷെ അപ്പോഴും ഞാൻ എപ്പോഴും ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് മാറി താമസിക്കുന്നതാണ്, തിരിച്ച് വീട്ടിൽ പോകണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, ആരോടും പറയാനും വഴിയില്ല, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. പക്ഷേ ദൈവം എന്നെ അത്ഭുതമായിട്ട് നടത്തി. നമ്മുടെ ബാബിലോൺ സാമ്രാജ്യത്തിലെ ശദ്രക് മേശക് അബേദ്നെഗോവിനെ പോലെ ദൈവം എന്നെയും അവിടെ നിന്ന് വിടുവിച്ചെന്ന് വേണം പറയാൻ. അവിടെ തിരിച്ച് നാട്ടിൽ വരാം. ഇപ്പോൾ 1 വർഷത്തിന് ശേഷമാണ് നാട്ടിൽ വരുന്നത്. അതിനുശേഷം പള്ളിയിൽ വരുവാനും കൂടാനും ഒക്കെ ദൈവം ഇടയാക്കി. അതുപോലെ ഒരുപാട് നാൾക്ക് ശേഷം വീട്ടുകാരോടൊപ്പം നിൽക്കാനും ആരാധന വിടാനൊക്കെ സാധിച്ചു. എനിക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞോളുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. ആ സമയത്ത് ദൈവത്തിൻ്റെ അത് പ്രാർത്ഥന മാത്രമാണ് എൻ്റെ ആകെയുള്ള ആശ്വാസം എന്ന് വെച്ചാൽ. അവിടെ നിന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദി പറഞ്ഞോളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഈ ഗ്ലോബൽ യൂത്ത് സാബത്തിൽ ഈ ആരാധനാ ശുശ്രൂഷയുടെ മധ്യത്തിൽ ഒരു പ്രത്യേക ഗാനം നമുക്ക് ഈ സമയത്ത് കേൾക്കാവുന്നതാണ്. കുറ്റിപ്പുഴ സഭയുടെ യുവജന വിഭാഗം കൊയറിൽ നിന്നും നമുക്ക് ഈ സമയത്ത് ഒരു പ്രത്യേക ഗാനം കേൾക്കാവുന്നതാണ്. ജീവിതം മാറിടുവാൻ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടും കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടും കാറ്റിനെ അടക്കിയതാ,
നിന്റെ ഒരു വാക്കു മതി എനിക്ക് എന്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കു മതി എനിക്ക് യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും വേണ്ടിക്കോ നിന്റെ ഒരു വാക്കു മതി എനിക്ക്, മറ്റൊന്നും വേണ്ടിക്കോ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. വളരെ മനോഹരമായ ഒരു സന്ദേശം ഗാനത്തിലൂടെ നമ്മെ പാടി കേൾപ്പിക്കുവാനിടയായ കൊയറിന് എല്ലാവിധമായ നന്ദിയും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാ യുവജനങ്ങളുടെയും ശുശ്രൂഷകളെ ദൈവം അധികമായി മാനിക്കട്ടെ. അനവധി പേര് സ്വാധീനിക്കുവാൻ ഈ പ്രിയപ്പെട്ട യൗവനക്കാര് ദേശത്തിലെ പല ഭാഗങ്ങളിലും പരിശുദ്ധനായ ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമ്മോട് വചനം ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട ദാസനെ പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പാസ്റ്റർ അജയ് മാത്യു ജോയ് അദ്ദേഹമാണ് നമ്മോട് ഇന്ന് ഈ ഗ്ലോബൽ യൂത്ത് സാബത്തിൽ ഈ ശബത്ത് ദിവസം ഈ ചാനലിലൂടെ നടക്കുന്ന ശുശ്രൂഷകളിൽ വചനം സംസാരിക്കുന്നത്. പാസ്റ്റർ അജയ് മാത്യു ആണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം സ്പൈസർ കോളേജിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും തിയോളജിയിൽ പൂർത്തീകരിച്ചതിന് ശേഷം സ്പൈസർ മെമ്മോറിയൽ കോളേജ് സഭയിൽ ചില വർഷങ്ങൾ ശുശ്രൂഷകനായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ചില വർഷങ്ങളായി ബഹ്റിനിലെ സെവൻത്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ശുശ്രൂഷകനായി സേവനം ചെയ്തു വരികയാണ്. കൊറോണ അനുഭവങ്ങളുടെ നാളുകളിൽ, ലോക്ക്ഡൗൺ കാലയളവുകളിൽ അദ്ദേഹത്തിന് പുറത്തൊന്നും പോകുവാൻ കഴിയാതെ ബഹ്റിനിൽ തന്നെ താമസിക്കേണ്ടിയ ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ ആ പ്രയാസങ്ങൾക്കൊക്കെ അല്പം ഇളവ് സംഭവിച്ചപ്പോൾ ഈ ചില ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം തൻ്റെ സ്വദേശമായ കുറ്റപ്പുഴയിൽ കടന്നു വരികയും ഈ ഗ്ലോബൽ യൂത്ത് സാബത്തിൽ നമ്മോട് വചനം സംസാരിക്കുവാൻ അദ്ദേഹത്തെ ദൈവം നിയോഗിക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം കുറ്റപ്പുഴ പ്രദേശവാസിയാണ്. ഈ കുറ്റപ്പുഴ സഭയുടെ അടുത്തായിട്ടാണ് അദ്ദേഹം കുടുംബമായി താമസിക്കുന്നത്. ഇന്ന് ഈ ഗ്ലോബൽ യൂത്ത് സാബത്തിൽ നമ്മോട് വചനം സംസാരിക്കുവാൻ തക്കവണ്ണം പാസ്റ്റർ അജയ് മാത്യുവിന് ദൈവം വലിയൊരു അവസരം നൽകിയിരിക്കുകയാണ്. ഈ അവസരം അദ്ദേഹം നമ്മുടെ മുൻപാകെ പ്രാർത്ഥനയോടെ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ അനേകർ ആത്മാവിൽ പ്രചോദിതരായി തീരട്ടെ, കേൾക്കുന്ന എല്ലാവർക്കും നന്മയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം വചന ശുശ്രൂഷയ്ക്കായി പാസ്റ്റർ അജയ് മാത്യുവിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. Happy Sabbath to all the youth in Alappuzha Pathanamthitta section. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷനിലെ എല്ലാ യുവജനങ്ങൾക്കും ശബദാശംസകൾ ഞാൻ നേരുകയാണ്. I'm so happy to be here on this Sabbath to speak to you on the topic, Lord, I will go, empower me. ഈ യൂത്ത് സാബത്തില് പ്രിയപ്പെട്ട യുവജനങ്ങളോട് ദൈവമേ എന്നെ അയക്കണമേ, എന്നെ ശക്തീകരിക്കണമേ എന്ന ആപ്തവാക്യത്തിലൂന്നി സംസാരിക്കുവാൻ ഞാൻ വളരെ സന്തോഷവാനാണ്. Before I start my message, I want to thank this session for giving me this opportunity to speak to all the youth in this session. ഇന്ന് ഇപ്രകാരം ഈ ശുശ്രൂഷയിലൂടെ വചനം പങ്കുവയ്ക്കുവാൻ എനിക്ക് അവസരം നൽകിയ സെക്ഷന് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. Let's have a word of prayer before we begin.
നമുക്ക് ആദ്യമായിട്ട് പ്രാർത്ഥിച്ച് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. Our loving Heavenly Father, we come to your presence and we want to thank you for this beautiful Sabbath day that you have given us. പരിശുദ്ധനായ ദൈവമേ, ഏറ്റവും മനോഹരമായ ശബത്ത് ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Lord, thank you for reminding us every week that you are the creator, you are the redeemer. ഓരോ ആഴ്ചയിലും അവിടുന്നാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, അവിടുന്നാണ് ഞങ്ങളുടെ സൃഷ്ടിതാവ് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. So today we come to your presence, Lord, thanking you for what you have done on the cross of Calvary. ക്രൂശിൽ അവിടുന്ന് ഞങ്ങൾക്കായി ചെയ്തത് എന്തെന്നോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശബത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. Lord, take us and use us mightily in your vineyard. അവിടുത്തെ വേലയ്ക്കായി ശക്തിയോടെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഉപയോഗിക്കണം. Especially want to pray for the youth of this session. We pray that you will lift them up, empower them so that you can use them in your vineyard. പ്രത്യേകിച്ചും ഈ സെക്ഷനിലെ എല്ലാ യുവജനങ്ങളെയും അവിടുന്ന് ഉയർത്തണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ അവിടുത്തെ ഉപയോഗത്തിനായി. Let your presence be with each one of us throughout the service. In Jesus' name we pray. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Amen. Amen. I want to start with a small story. ഒരു ചെറിയ കഥയുമായി ആരംഭിക്കുവാൻ ഞാൻ A ആഗ്രഹിക്കുകയാണ്. story of two missionaries. രണ്ട് മിഷണറിമാരുടെ ഒരു കഥ. They went to Niagara Falls. അവർ നയാഗ്ര വെള്ളച്ചാട്ടം കാണുവാനായി കടന്നുപോയി. One of them, when they saw the Niagara Falls, അവരിൽ ഒരുവൻ ആ നയാഗ്ര വെള്ളച്ചാട്ടം കണ്ട സമയത്ത് he said, the greatest unused source of power in the world is this Niagara Falls. അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ ഉപയോഗശൂന്യമായ, ഉപയോഗിക്കുവാൻ ഇടയാകാതെ ഇരിക്കുന്ന എത്ര വലിയ ശക്തിയാണ് ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ അടങ്ങിയിരിക്കുന്നത്. We all know about Niagara Falls, where the water comes every second so much. ഓരോ സെക്കൻഡിലും ആ വെള്ളച്ചാട്ടത്തിലേക്ക് കുതിച്ചു വരുന്ന വെള്ളത്തിന്റെ ശക്തിയെ നമുക്ക് So തിരിച്ചറിയുവാൻ this കഴിയും. person looked at the waterfalls and he is telling, this precious resources is wasted. അവിടെ ഈ ഒരു മിഷണറി ആ വെള്ളച്ചാട്ടം കണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ഉപയോഗശൂന്യമായ ഈ ശക്തിയെക്കുറിച്ച് അദ്ദേഹം മറ്റൊരുവനോട് പങ്കുവെക്കുകയാണ്. The other person, when he heard about this, he said, no, this is not the greatest source which is not used. മറ്റേ മിഷണറി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് കേട്ട മാത്രയിൽ വേഗത്തിൽ ഇപ്രകാരം പറഞ്ഞു, അല്ല സുഹൃത്തെ, താങ്കൾ പറയുന്ന പ്രകാരമുള്ള ഉപയോഗശൂന്യമായ ശക്തി ഇതല്ല, മറിച്ച് മറ്റൊന്നാണ്. He said the greatest unused resource is the person of the Holy Spirit. അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടിയ വിധത്തിൽ ഉപയോഗിക്കാത്ത ശക്തി ഏത് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. We know many a times we pray for our needs, our wants. നാം പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കായി, നമ്മുടെ ദൈനംദിനമായ കാര്യങ്ങൾക്കായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. But we never pray for the Holy Spirit. എന്നാൽ നാം പരിശുദ്ധാത്മാവിന് വേണ്ടി ഉള്ളറിഞ്ഞ് പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല. Scripture clearly says that God said He will take care of everything. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, നമ്മുടെ ആവശ്യങ്ങളെ ദൈവം അറിയുകയും നമ്മെ ആ ദൈവം പരിപാലിക്കുകയും He ചെയ്യും. said in Matthew chapter 6 verse 33, seek ye first the kingdom of God and His righteousness, and all these things shall be added unto you. മത്തായിയുടെ പുസ്തകം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. The promise clearly says you first seek God and His righteousness, then He will provide everything. ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മോട് പറയുകയാണ്, നാം മുൻപേ അവന്റെ രാജ്യത്തെയും നീതിയെയും അന്വേഷിക്കുവാൻ ഇടയായാൽ നമുക്ക് വേണ്ടിയ നന്മകളൊക്കെയും നമ്മെ പിന്തുടരും. You see your prayer, each one of our prayer, we never
ask for Holy Spirit. നാം നമ്മുടെ പ്രാർത്ഥനകളെ ആഴമായി വിശകലനം ചെയ്താൽ നാം ഉള്ളറിഞ്ഞ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാകുന്നില്ല. And in Matthew chapter 7 verse 11 it says, if ye then being evil know how to give good gift unto your children, how much more shall your heavenly Father which is in heaven give good gift to them that ask him. മത്തായിയുടെ പുസ്തകം 7-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ വ്യക്തമായി നമ്മോട് പറയുന്നത്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. So the scripture promises us that if we ask good gift from our heavenly Father, he is sure to give us. ഇവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മോട് പറയുകയാണ്, നാം ദൈവത്തോട് നല്ല ദാനങ്ങളെ ചോദിക്കുവാൻ ഇഷ്ടപ്പെട്ടാൽ, ചോദിക്കുവാൻ ഇടയായാൽ പരിശുദ്ധനായ ദൈവം ആ ദാനങ്ങളെ ചോദിക്കുന്നവർക്ക് നൽകുക തന്നെ ചെയ്യും. Why we have to ask for Holy Spirit? എന്തുകൊണ്ടാണ് നാം പരിശുദ്ധാത്മാവിന് വേണ്ടി ദൈവത്തോട് ചോദിക്കേണ്ടത്? I want you to turn with me to Acts chapter 1 verse 8. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. It says that, but you shall receive power when the Holy Spirit come unto you, and you will be my witness in Jerusalem and in Judea and Samaria and to the ends of the earth. ഇവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. The word of God clearly says when the power of the Holy Spirit comes upon us, we will be transformed. ഇവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കും. Ordinary people become extraordinary people. സാധാരണക്കാരായ ദൈവത്തിന്റെ ജനങ്ങൾ അസാധാരണക്കാരായി രൂപാന്തരപ്പെടുന്നു. We know different stories in the scripture. നമുക്ക് അപ്രകാരമുള്ള അനവധി കഥകൾ വചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. We are going to look on few stories from the scripture. നമുക്ക് ചില കഥകൾ വേഗത്തിൽ ചിന്തിക്കാം. For example, we will take King Saul. ഉദാഹരണത്തിന് നമുക്ക് രാജാവായ ശൗലിനെ തിരഞ്ഞെടുക്കാം. We know that he is the first king of Israel. നമുക്കറിയാം ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്നു ശൗൽ രാജാവ്. When we see his life, we see that he is an ordinary man. അദ്ദേഹത്തിന്റെ ജീവിതം നാം പരിശോധിക്കുവാൻ ഇടയായാൽ അദ്ദേഹം ഒരു വെറും സാധാരണക്കാരനായിരുന്നു. When we read 1 Samuel chapter 10 verse 22, we see that this humble person going and hiding himself when Samuel came to anoint him. ഇവിടെ ശമൂവേൽ പ്രവാചകൻ ശൗലിനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം കടന്നു വന്നപ്പോൾ ആ അഭിഷേകം ഏറ്റുവാങ്ങുവാൻ മനസ്സില്ലാതെ ഭയന്ന് സാധാരണക്കാരനായ ശൗൽ ഒളിക്കുന്നത് നമുക്കിവിടെ വായിക്കുവാൻ കഴിയും. He is hiding himself because of fear. അവിടെ ഭയത്തോടുകൂടി ശൗൽ എന്ന മനുഷ്യൻ ഒളിക്കുന്ന കാഴ്ച വചനത്തിൽ നമ്മെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. When we go to the next chapter, 1 Samuel chapter 11 verse 6, it says when Saul heard these words, the Spirit of God came powerfully upon him. എന്നാൽ അടുത്ത അധ്യായം 1 ശമൂവേൽ 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നാം ചിന്തിക്കുവാൻ ഇടയായാൽ ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. When the simple and humble Saul, when he was filled with Holy Spirit, he was changed completely. ഇവിടെ സാധാരണക്കാരനായ ഭയന്ന് ഒളിക്കുവാനിടയായ സാധാരണക്കാരനായ ഈ ശൗലിൽ പരിശുദ്ധാത്മാവ് വരുവാൻ ഇടയായപ്പോൾ അവൻ അസാധാരണക്കാരനായി മാറുകയും ശക്തിയോടെ പെരുമാറുവാൻ ഇടവരികയും ചെയ്തു. A fearful man became courageous. ഭയന്ന് വിറച്ച ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ ധൈര്യമുള്ളവനായി മാറി. He was willing to face any challenge. He was willing to take any challenge ahead of him. അദ്ദേഹത്തിന് മുൻപിൽ നൽകപ്പെട്ട ഏതു വെല്ലുവിളിയും നേരിടുവാൻ, സ്വീകരിക്കുവാൻ, അതിജീവിക്കുവാനുള്ള ധൈര്യം അദ്ദേഹത്തിൽ കടന്നു വരികയാണ്. Let's take the example of Samson.
വീണ്ടും നമുക്ക് സാംസന്റെ കഥ നമുക്ക് പരിശോധിക്കാം. We know when we hear about Samson, we know he is the strongest person in the Bible. നമുക്ക് അപ്രകാരം സാംസനെ കുറിച്ച് പരിശോധിക്കുവാനിടയായാൽ വേദപുസ്തകത്തിൽ നൽകപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ മനുഷ്യൻ. Physically speaking, he is the strongest person. We know his story where the scripture clearly says he tore apart a lion with his own hands. നമുക്ക് ശിംശോന്റെ കഥ പരിശോധിക്കുവാനിടയായാൽ നമുക്കറിയാം അദ്ദേഹം എത്രമാത്രം ശക്തനായിരുന്നുവെന്ന്. അദ്ദേഹം സിംഹത്തെ രണ്ടായി പിളർത്തിയെറിയുവാൻ ഇടയായ ഒരു മനുഷ്യനായിരുന്നു. And he faced great army alone. അദ്ദേഹം സൈന്യത്തെ ഒറ്റയ്ക്ക് നേരിടുവാൻ തക്ക ബലവാനായിരുന്നു. Different things he has done on his lifetime. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അസാധാരണമായ ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ ശിംശോൻ പലപ്പോഴായി ഇടയായി തീർന്നു. Many have confusion in his life where every time they ask, where does his power come from? അനേകരും ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഇത്രമാത്രം ശക്തി ശിംശോന് എവിടെ നിന്നാണ് ലഭിച്ചത്? Some says that it is his natural strength. ചിലർ വിചാരിക്കുന്നു അത് ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ഒരു ശക്തിയായിരിക്കാം. Some concludes that it is because of his hair. If he has hair, he is powerful. ചിലർ വിചാരിക്കുന്നു അത് അവന്റെ തലയിൽ വേണ്ടുവോളം മുടി ഉണ്ടായിരുന്നത് കൊണ്ട് ആ ശക്തി അവന് ലഭിച്ചു. But scripture clearly says that it is the Holy Spirit that resides on him that gave him the power. എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മോട് പറയുന്നത് പരിശുദ്ധാത്മാവ് ശിംശോന്റെ മേൽ ഉണ്ടായിരിക്കുകയും ആ ശക്തിയാലാണ് ശിംശോൻ തന്റെ പ്രവൃത്തികൾ ചെയ്യുവാനിടയായത്. That we can read in Judges chapter 14 verse 6, the Spirit of Lord came powerfully upon him so that he tore the lion apart with his bare hands, as he might have torn a young goat, but he told neither his father nor his mother what he has done. ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു, താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. We see from the scripture, when we read through the scripture, it is very clear when the Spirit of God came upon him, he got the power. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വസിക്കുവാനിടയായപ്പോൾ ആ സിംഹത്തെ അവൻ രണ്ടായി വലിച്ചു കീറിയത് ആ ശക്തി അവന്റെ മേൽ വസിക്കുവാൻ ഇടയായതുകൊണ്ടാണ്. He was able to do all these things because the Spirit of God was upon him. അദ്ദേഹത്തിന് ഇതൊക്കെയും ചെയ്യുവാൻ കഴിഞ്ഞത് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വസിക്കുവാനിടയായതുകൊണ്ടാണ്. Let's take the example of Apostle Peter. നമുക്ക് വീണ്ടും അപ്പോസ്തലനായ പത്രോസിന്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. Even when we look through the scripture, the disciples' life before the day of Pentecost, the condition of each disciples were different. അവിടെ പെന്തക്കോസ്തി അനുഭവത്തിന് മുൻപായി തന്നെ നാം ഓരോരുത്തരെയും പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അവരുടെ അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. We know they were fishermen. നമുക്കറിയാം അവരൊക്കെയും സാധാരണക്കാരായ മുക്കുവന്മാരായിരുന്നു, മത്സ്യത്തൊഴിലാളികളായിരുന്നു. They were common man, humble and simple people in the society. അവർ സമൂഹത്തിലെ വളരെ സാധാരണക്കാരായ ലളിത ജീവിതം നയിക്കുന്ന വ്യക്തികളായിരുന്നു. Who were not able to speak in front of a big crowd. വലിയ ജനസമൂഹത്തിന് മുൻപാകെ പ്രസംഗിക്കുവാനോ സംസാരിക്കുവാനോ കഴിവില്ലാത്തവരായിരുന്നു. We know they were for 3.5 years were walking with Jesus. അവർ 3.5 വർഷക്കാലം യേശുവിനോടുകൂടെ സഞ്ചരിക്കുവാനിടയായി. We all know the story of these disciples. നമുക്ക് ഈ അപ്പോസ്തലന്മാരുടെ ജീവിത സാക്ഷ്യങ്ങൾ, കഥകൾ അറിയാമല്ലോ. But after the day of Pentecost, when the Spirit of God came upon them, what happened? എന്നാൽ പെന്തക്കോസ്തിന് ശേഷം ആ നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുവാൻ ഇടയായപ്പോൾ അവരിൽ എന്താണ് സംഭവിച്ചത്? Fearful, humble people of God become courageous. They spoke in front of great multitude. സാധാരണക്കാരായ അനേകരെ ഭയപ്പെടുവാൻ ഇടയായി തീർന്ന ഈ പ്രിയപ്പെട്ടവരൊക്കെയും പരിശുദ്ധാത്മാവ് പ്രാപിച്ച് അതിശക്തിയോടെ ആയിരങ്ങളോട് സുവിശേഷിക്കുവാൻ, ആയിരങ്ങളോട് ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. We take the life of Peter.
Peter, we see 3 times before the death of Christ, he denied Christ. യേശുക്രിസ്തുവിനെ തന്റെ മരണത്തിന് മുൻപ് 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞ പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. He hid from people because he was fearful about the people. അവൻ ജനങ്ങളെ പേടിച്ചതുകൊണ്ട്, അവരെ ഭയന്നതുകൊണ്ട് യേശുവിനെ കുറിച്ച് പരസ്യമായി പറയുവാൻ അവൻ ഭയക്കുകയും 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുകയും ചെയ്തു. We know after the day of Pentecost, the power when the Holy Spirit came upon Peter, he repented, and we saw Peter speaking, 3,000 baptized on a day. അവിടെ നമുക്കറിയാം, അപ്പോസ്തലനായ അതേ പത്രോസ് തന്നെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ അവൻ ധൈര്യശാലിയായി 3000-ഓളം പേർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടത്തക്കതായ ശുശ്രൂഷ ചെയ്യുവാൻ അവന് ധൈര്യം ലഭിച്ചു എന്ന് കാണുന്നു. Later we see he was fearlessly speaking in front of Jewish priests and leaders. We must obey God rather than human beings. ശേഷം നാം കാണുകയാണ്, അവിടെ യഹൂദ മതാനുസാരികളായ പുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും മുൻപാകെ ധൈര്യത്തോടെ നാം ദൈവത്തെ മനുഷ്യരെക്കാളും അധികം സ്നേഹിക്കേണ്ടതാണ്, അനുസരിക്കേണ്ടതാണ് എന്ന് പത്രോസ് പറയുന്നു. A person who denied Jesus because of the fear of the dead now raised beyond his strength with the power of the Holy Spirit. അവിടെ മനുഷ്യരെ പേടിച്ച പത്രോസും ശേഷമുള്ള മറ്റ് അപ്പോസ്തലന്മാരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അതിശക്തിയോടെ ധൈര്യത്തോടുകൂടി ഇപ്രകാരം പലതും പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. It says that in Acts chapter 2 verse 4, it says, on the day of Pentecost, Peter and other apostles received the Holy Spirit and were empowered to fulfill the mission. അവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. My dear friends, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, we see from these stories, ഈ കഥകളിലൂടെ നാം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്നു. when the Spirit of the Lord comes upon us, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ, when the Holy Spirit empowers people, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ ശക്തീകരിക്കുമ്പോൾ, we will be extraordinary. നാം ഓരോരുത്തരും അസാധാരണക്കാരായി രൂപാന്തരപ്പെടുന്നു. Great things happens. മഹത്വകരമായത് അപ്രകാരം അനുഭവങ്ങളിലൂടെ സംഭവിക്കുന്നു. That means if great things are not happening, that means we are not receiving the Holy Spirit. എന്ന് വെച്ചാൽ അസാധാരണമായ കാര്യാദികൾ നമ്മിലൂടെ സംഭവിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നാം പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ചിട്ടില്ല എന്നത്രേ. Today it is a call for each one of us. ഇന്ന് നമുക്ക് ദൈവം ഒരു വിളി നൽകുകയാണ് പ്രിയപ്പെട്ടവരെ. Through this message from Acts chapter 1 verse 8. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്ന ഈ സന്ദേശത്തിലൂടെ, If you and me want to work for Christ, എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, you need Holy Spirit in our life. നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് അധികമായി വ്യാപരിക്കേണ്ടതായിട്ടുണ്ട്. When Holy Spirit come in our life, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ we automatically start working. നാം സ്വാഭാവികമായി അതിനോട് പ്രവർത്തിക്കുവാൻ, പ്രതികരിക്കുവാൻ ഇടയായിത്തീരും. That is what we see from all of these stories. ഈ കഥകളിലൂടെ നാം കാണുന്നതും അത് തന്നെയാണ്. When humble and simple people receive this power of the Spirit, ഇവിടെ സാധാരണക്കാരായ പ്രിയപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുവാനിടയായപ്പോൾ they become extraordinary. അവർ അസാധാരണക്കാരായി രൂപാന്തരപ്പെടുന്നു. That is what the pen of inspiration in Desire of Ages, page 250, it says. അത് തന്നെയാണ് യുഗങ്ങളുടെ പ്രത്യാശ 250-ാമത്തെ പുറത്തിൽ നമ്മോട് ദൈവം പറയുന്നത്. He who loves Christ the most will do the greatest amount of good. ആരാണോ യേശുവിനെ അധികമായി സ്നേഹിക്കുന്നത് അവർ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പ്രവർത്തിക്കും. There is no limit to the usefulness of one who, by putting self aside, makes room for the work of the Holy Spirit upon his heart and lives a life
wholly consecrated to God. ദൈവത്തിൻ്റെ സന്നിധി മുൻപാകെ സ്വയത്തെ മാറ്റിവെച്ച് പൂർണ്ണമായും തന്നെ ദൈവത്തിന് ഏൽപ്പിക്കുന്ന ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിലൂടെ ചെയ്യുവാൻ കഴിയുന്നത് എത്ര മഹത്വകരമായ കാര്യങ്ങളാണ്. That simply means if we willfully, completely consecrate our life into the hands of the Holy Spirit, He is going to use us mightily in this place. അതിൻ്റെ അർത്ഥം നാം ഓരോരുത്തരും പൂർണ്ണ മനസ്സോടെ നമ്മെ ദൈവത്തിന് സമർപ്പിപ്പാൻ ഇടയായാൽ നമ്മെ അതിശയകരമായ വഴികളിലൂടെ അസാധാരണമായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ ഇടയായി തീരും. When the Spirit of God takes over every part of our life, we will work with same power that the apostles worked on that day. അപ്പോസ്തലന്മാർ എപ്രകാരമാണോ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ശക്തിയോടെ ആ നാളിൽ പ്രവർത്തിച്ചത്, അതേ വിധത്തിൽ നാം ഇന്ന് രൂപാന്തരം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പാനിടയായാൽ അതേ പ്രവൃത്തി നമുക്കും ചെയ്യുവാൻ കഴിയും. Something similar will happen here if we allow Holy Spirit to come and work in our life. അതുപോലെ നാമും നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന് കടന്നു വരുവാൻ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തിയാൽ അതേ മഹത്വകരമായ പ്രവൃത്തി പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ഇന്നും ചെയ്യും. I plead with each one of you, start praying for Holy Spirit right now. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, ആ ശക്തിക്കായി ആത്മാർത്ഥതയോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. A story says that a man prayed for 13 long years for Holy Spirit. ഒരു കഥ ഇപ്രകാരം പറയുന്നു, ഒരു മനുഷ്യൻ ഏകദേശം 13 വർഷക്കാലം പരിശുദ്ധാത്മാവിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. His name is Ivan Roberts. അദ്ദേഹത്തിന്റെ പേര് ഇവാൻ റോബർട്ട് എന്നായിരുന്നു. He prayed for 13 long years so that the Holy Spirit can work in that town. അദ്ദേഹം 13 വർഷക്കാലം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അദ്ദേഹം താമസിക്കുന്ന ആ സ്ഥലത്ത് അദ്ദേഹത്തിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവസരമുണ്ടാകണമേ, പ്രാർത്ഥന അതായിരുന്നു. As he was praying, 16 young people joined him, accepting Christ as his personal savior. അദ്ദേഹം അപ്രകാരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഏകദേശം 16 ചെറുപ്പക്കാർ അദ്ദേഹത്തോട് ചേരുവാനും അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥനയിൽ കൂട്ടായ്മ ആചരിക്കുവാനും തുടങ്ങി. Then the 16 of them joined together, started praying together for 9 months. ശേഷം ഈ 16 പേരും ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഏകദേശം 9 മാസക്കാലം പലവിധമായ കാര്യാദികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 100,000 people accepted Jesus as their personal savior in this small town of Brother Roberts. ആ റോബർട്ടിന്റെ ആ നഗരത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷയുടെ ഫലമായി ഏകദേശം 100,000 പേർ ദൈവത്തെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. Not only that, crime started reducing, people started loving each other. അതുമാത്രവുമല്ല, ഇവരുടെ പ്രവർത്തന ഫലമായി ആ ദേശത്തിൽ അപകടങ്ങളും കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും ഒക്കെ കുറഞ്ഞു. എല്ലാവരും പരസ്പരം സ്നേഹിപ്പാൻ ആരംഭിച്ചു. This is what happens when the Spirit of God works. ഇതാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇടപെടുവാനിടയായാൽ ഉണ്ടാകുവാനുള്ള ഓരോ സംഭവങ്ങൾ. If simple things have to happen, the power of God doesn't have to be seen there. അവിടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ ഇപ്രകാരമുള്ളവരിലൂടെ ഇടയായി തീർന്നു. We don't need to have simple things happening so that God's power to come and fall on us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു വീഴുവാൻ നാം പലവിധമായ കാര്യാദികൾ ചെയ്യണമെന്നല്ല. We need Holy Spirit to do extraordinary things. പരിശുദ്ധാത്മാവ് നമ്മിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. We humans can do simple things, but when Spirit of God comes upon us, we will do extraordinary things. നാം മനുഷ്യരായ നമുക്ക് സാധാരണമായ നിസ്സാരമായ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയൂ. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമുക്ക് ശക്തിയെ നൽകുന്നു. Let this be the prayer from today for each one of us. ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥന, ഈ ചിന്തയെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലായിരിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ. Keep Acts chapter 1 verse 8 in your mind.
അപ്പോസ്തല പ്രവൃത്തികൾ 1-8 നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുക. But you will receive power when the Holy Spirit come on you. And you will be my witness in Jerusalem and in all Judea and Samaria and to the end of the earth. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. When we see all of this, when we saw the examples of all of these simple and humble people, ഇപ്രകാരമുള്ള സാധാരണക്കാരായ അനേകരുടെ സാക്ഷ്യങ്ങളെ, കഥകളെ നാം കേൾക്കുവാനിടയായതിലൂടെ see, God is choosing simple and humble people who are willing. ഇവിടെ ദൈവം സാധാരണക്കാരായവരെ തെരഞ്ഞെടുക്കുകയാണ് അസാധാരണമായ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ. He makes them extraordinary. ദൈവം അപ്രകാരമുള്ളവരെ തെരഞ്ഞെടുത്ത് അവരെ അസാധാരണക്കാരാക്കി രൂപാന്തരപ്പെടുത്തുന്നു. Youth of Alappuzha Pathanamthitta session, God is calling you. പ്രിയപ്പെട്ട ആലപ്പുഴ പത്തനംതിട്ട സെക്ഷനിലെ യുവജനങ്ങളെ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. God is calling you. He doesn't want extraordinary people. He wants simple and humble people. അസാധാരണക്കാരായവരെ അല്ല ദൈവം വിളിക്കുന്നത്, മറിച്ച് വളരെ സാധാരണക്കാരായ പ്രിയപ്പെട്ടവരെ ദൈവം വിളിക്കുകയാണ്. When we come with humble heart towards Him, He will empower us. നാം അപ്രകാരം സാധാരണമായ മനസ്സോടെ ദൈവത്തിന്റെ അടുക്കൽ കടന്നു വന്നാൽ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ നിറയ്ക്കും. I pray that each one of us will say, when Jesus called, I will go. അപ്രകാരം ദൈവം വിളിക്കുവാൻ തക്കവണ്ണം ഇടവരുന്ന ഓരോ യൗവനക്കാരും ദൈവമേ അവിടുന്ന് എന്നെ അയക്കണമേ എന്നൊരു പ്രാർത്ഥന ഉള്ളിൽ നിറയ്ക്കട്ടെ. Because if you say I will go, He will empower you. കാരണം ഞാനും നിങ്ങളും ആ വിളി കേട്ട് എൻ്റെ ദൈവമേ ഞങ്ങൾ പോകാം എന്ന് പറയുവാൻ ഇടയായാൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ നിറച്ച് നമ്മെ ശക്തീകരിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. And I pray today that from today onwards, each one of us will ask for Holy Spirit and let Him fall on the people of this session so that the word of God will spread in this session. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു പ്രാർത്ഥനയോടെ ഈ സെക്ഷനിലെ എല്ലാ യുവജനങ്ങളും എല്ലാ വിശ്വാസികളും നിറയപ്പെടുവാനും അപ്രകാരം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അതിശക്തമായ ഒരു വേല ഈ സെക്ഷനിൽ നടക്കുവാൻ പരിശുദ്ധനായ ദൈവം ഇടവരുത്തുമാറാകട്ടെ. Keep in mind, when the Spirit of God comes upon us, we will do extraordinary things. ഒരു കാര്യം നാം മനസ്സിൽ സൂക്ഷിക്കുക, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നാം അസാധാരണമായ കാര്യാദികൾ ചെയ്യുവാൻ ഇടവരും. When Jesus calls you, tell Him, I will go. യേശു അപ്രകാരം ഒരു വേലയ്ക്കായി നമ്മെ വിളിക്കുമ്പോൾ നാം യേശുവിനോട് പറയുക, യേശുവേ ഞാൻ പോകാം. Calling you all into the vineyard so that you can work mightily in God's vineyard. ദൈവത്തിന്റെ ആ വയലിൽ അതിശക്തമായ ഒരു വേലയ്ക്കായി പരിശുദ്ധനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. God bless you all as you work for Him in His vineyard. ദൈവത്തിന്റെ ആ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ വിളിക്കുന്നു. ആ വേലയ്ക്കായി നാം തയ്യാറെടുക്കുമ്പോൾ ആ തയ്യാറെടുപ്പിനെ പരിശുദ്ധനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. Amen. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഗ്ലോബൽ യൂത്ത് സാബത്തിൽ വളരെ അനുഗ്രഹപ്രദമായ നല്ലൊരു ദൂത് തിരുവചനത്തിൽ നിന്ന് സംസാരിച്ച പാസ്റ്റർ അജയ് മാത്യുവിന് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ പേരിലുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. പ്രിയമകൻ്റെ ശുശ്രൂഷയെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ അവസാനമായി നമ്മൾക്കേവർക്കും സത്യപ്രദീപ ഗാനങ്ങളിലെ 512 പാട്ട് നമുക്ക് ചേർന്ന് പാടാം. സത്യപ്രദീപ ഗാനങ്ങളിലെ 512. മാറ്റുലി ഞാൻ
തീരാറായല്ലോ. വേഗം വേഗം കാലമെല്ലാം തീരാറായല്ലോ. വേഗം വേഗം കാലമെല്ലാം തീരാറായല്ലോ. ശത്രു നിന്റെ മുൻപിലുള്ളതാ, തെല്ലുമേ ഭയന്നിടേണ്ട നീ. ശത്രു നിന്റെ മുൻപിലുള്ളതാ, തെല്ലുമേ ഭയന്നിടേണ്ട നീ. ഏന്തുക സർവായുധം, കോട്ട കാത്തുകൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. ഏന്തുക സർവായുധം, കോട്ട കാത്തുകൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. വേഗം വേഗം കാലമെല്ലാം തീരാറായല്ലോ. വേഗം വേഗം കാലമെല്ലാം തീരാറായല്ലോ. ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാര രാത്രി എന്തായി. ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാര രാത്രി എന്തായി. ദൂരെ നിന്നു കേൾക്കും നാദമൊന്നു കാതിൽ, കാവൽക്കാര രാത്രി എന്തായി. ദൂരെ നിന്നു കേൾക്കും നാദമൊന്നു കാതിൽ, കാവൽക്കാര രാത്രി എന്തായി. വേഗം വേഗം കാലമെല്ലാം തീരാറായല്ലോ. വേഗം വേഗം കാലമെല്ലാം തീരാറായല്ലോ. പോർക്കളത്തിൽ നിൽക്കും വീരരേ, നല്ല യുദ്ധസേവ ചെയ്തിടാ. പോർക്കളത്തിൽ നിൽക്കും വീരരേ, നല്ല യുദ്ധസേവ ചെയ്തിടാ. കാഹളം മുഴക്കി കാലടികൾ വെച്ചും ശത്രുവെ തുരത്തി മുന്നേറാം. കാഹളം മുഴക്കി കാലടികൾ വെച്ചും ശത്രുവെ തുരത്തി മുന്നേറാം. വേഗം വേഗം കാലമെല്ലാം തീരാറായല്ലോ. വേഗം വേഗം കാലമെല്ലാം തീരാറായല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ലൊരു ശബ്ദം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും അങ്ങ് ചെയ്ത ഉപകാരങ്ങളൊക്കെയും ഓർക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതായ വലിയ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം നന്മകൾ അങ്ങ് ഏകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുറവുകളെയും ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെയൊക്കെയും കർത്താവെ അങ്ങ് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയൊക്കെയും അങ്ങ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രിയദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിൻ പ്രകാരം ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശേഷാൽ ഞങ്ങളുടെ സഭയെ മുഴുവനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ സഭയ്ക്ക് തന്നതായ നല്ല യുവജനങ്ങൾക്കായി സ്തുതിക്കുന്നു. കർത്താവ്, ഈ അന്ത്യനാളുകളിൽ കർത്താവിൻ്റെ വേല ഏറ്റവും ശക്തിയോടെ ചെയ്യുവാൻ പ്രിയമക്കളാകുന്ന അടിയങ്ങളെ അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേലയിൽ വന്നുപോയതായ എല്ലാ കുറവുകളെയും കർത്താവെ അങ്ങ് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ദൈവത്തിൻ്റെ വേല അതിശക്തിയോടെ ചെയ്യുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് അധികമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൈകോർത്ത് ഒരുമിച്ച് ദൈവവേല ചെയ്യുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ വചനം സംസാരിച്ച പ്രിയദാസനെ അങ്ങ് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രിയമകൻ്റെ ശുശ്രൂഷയെ ദൈവം അധികമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ പ്രിയമകൻ്റെ ശുശ്രൂഷയെ ദൈവമുഖാന്തരമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ നന്മകൾ കൊടുത്ത് അവരെ ഓരോ നിമിഷവും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇനി ഞങ്ങളെ നടത്തുമാറാകണമേ. സകലതും യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കിടത്താതെ ദോഷത്തിൽ നിന്ന് വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കാവലും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ചു വെച്ച ഓരോ കാര്യങ്ങളോടും ഇന്നും എന്നേക്കും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്ലോബൽ യൂത്ത് സാബത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനിടയായ എല്ലാ പ്രിയപ്പെട്ട യുവജനങ്ങൾക്കും ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ എല്ലാവിധമായ നന്ദിയും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ലോക്ക്ഡൗൺ കാലയളവുകളിൽ നമ്മുടെ സെക്ഷൻ്റെ എല്ലാ ശുശ്രൂഷകളും യൂട്യൂബ് ചാനലിലൂടെ ഒരു തടസ്സവും കൂടാതെ ചെയ്യുവാൻ ഇടയാക്കിയത് നമ്മുടെ സെക്ഷനിലെ യുവജനങ്ങളുടെ മഹത്വകരമായ ഇടപെടലാണ്. ആയതിനാൽ ഈ ഒരു ശുശ്രൂഷ സമയത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലം യാതൊരു വിധമായ ലാഭേച്ഛയും കൂടാതെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി എല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞ നാളുകളിൽ ചെയ്യുവാൻ സഹകരിച്ച എല്ലാ യുവജനങ്ങൾക്കും ഞങ്ങളുടെ സെക്ഷൻ്റെ പ്രത്യേകമായ നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ വർഷത്തെ ഗ്ലോബൽ യൂത്ത് സാബത്തിൻ്റെ ശുശ്രൂഷകളൊക്കെയും അനുഗ്രഹപ്രദമായി തീരുവാൻ, അനേകർക്ക് നന്മയായി തീരുവാൻ, ദേശത്ത് ഏറ്റവും നല്ല ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എല്ലാ യുവജനങ്ങളെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഏറ്റവും മനോഹരമായ ഒരു ശബദ ദിവസവും ശേഷമുള്ള കർത്താവിനോടൊപ്പമുള്ളതായ ജീവിതവും എല്ലാവർക്കും ഇന്ന് പകൽക്കാലം ഞാൻ നേരുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്തൃദിനം